PSC പരീക്ഷയിൽ ഹൈടെക് കോപ്പിയടി, യുവാവ് പിടിയിൽ. അയ്യോ, നമ്മുടെ ചെറുക്കന്റെ അടി വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണോ എന്തോ. ചോദ്യ പേപ്പർ ക്യാമറ കൊണ്ട് പകർത്തി ഹാളിന് പുറത്തേക്ക് അയച്ച് ഉത്തരം ബ്ലൂടൂത്ത് സ്പീക്കറിലൂടെ കേട്ടെഴുതുക. അയ്യോ, അതാണത്ര പിടിച്ചത്. കാലം പോണ പോക്കേ. പണ്ടൊന്നും ഇതിനും മാത്രം വികസനം സാങ്കേതിക രംഗത്തില്ലാതിരുന്നതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങളൊന്നും നമുക്ക് നേരിടേണ്ടി വന്നില്ല. നമ്മുടെ തലമുറയുടെ ഭാഗ്യം. ഓ, എന്തു ഭാഗ്യം. അക്കാലത്ത് ഇതുപോലെ എളുപ്പവഴി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല ഒന്നാന്തര ഉദ്യോഗവും നേടി വല്ല കാശുള്ള മുതലാളിയെയും കല്യാണം കഴിച്ച് ജീവിച്ചേനെ. നമ്മുടെ തലമുറയുടെ ഭാഗ്യക്കേടെന്ന് പറ. ഡേയ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഓ, നിനക്കിപ്പോ മനസ്സമാധാനം എന്നൊന്നുണ്ട്. അയ്യോ, നീ പറഞ്ഞ വഴി പോയിരുന്നേ അതുണ്ടാവില്ലായിരുന്നു. ഇപ്പോ മനസമാധാനം ഒരു കലത്തിലാക്കി അടുപ്പേ വെച്ച് അത് വേവുന്നത് നോക്കിയിരിക്കാം. എന്തൊരു രസം. നമ്മുടെ കൊച്ചനേലും ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി രക്ഷപ്പെട്ടേനെ. നിങ്ങളായിട്ട് അത് നശിപ്പിച്ചു. നീ നോക്കിക്കോ, നമ്മുടെ മോൻ ഇതൊന്നും ഇല്ലാതെ തന്നെ രക്ഷപ്പെടും. അവൻ മത്സര പരീക്ഷ വിജയിച്ച് നല്ല ഒന്നാന്തര സർക്കാർ ഉദ്യോഗം നേടി ഈ നാട്ടിൽ സുഖമായി ജീവിക്കും. എങ്ങനെ സർക്കാർ ഉദ്യോഗം കിട്ടി സസുഖം ഈ നാട്ടിൽ തന്നെ ജീവിക്കുമെന്ന്. എന്താ നിനക്കൊരു പുച്ഛം? സുഖമായിട്ട് സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ നാട്ടിൽ ജീവിക്കുമെന്ന് നടന്നത് തന്നെ. എന്താ കുഴപ്പം? ജീവിക്കും. DA കൂടുന്നോ എന്ന് പത്രത്തിൽ പരതി കഥകയിൽ ആരേലും മുട്ടിയ പിന്നെ അത് കടം തന്നവരാണോ എന്ന് ഒളിഞ്ഞു നോക്കി ഗട്ടറുള്ള റോഡേ കൂടി സസ്പെൻഷൻ പോയ ബൈക്കേൽ പോകും പോലെ ചാടിച്ചാടിയും തെറിച്ചും ഇഴഞ്ഞ് വലിഞ്ഞ് ജീവിക്കാം. ദാ ഈ എന്നെ പോലെ. ഓ, എന്താ ഇപ്പം പ്രശ്നം? നിങ്ങൾ കല്യാണം കഴിച്ച അന്ന് മുതൽ ഇങ്ങനെ അടിയും തല്ലുവാന്നോ? നീ ഇതെന്താ ഫാഷൻ പരേഡിന് പോകുന്നോ അതോ ഫാൻസി ഡ്രസ് മത്സരോ? കണ്ടിട്ട് ഒരു ഉത്തരേന്ത്യൻ വരന്റെ മേക്കപ്പ് പോലുണ്ട്. എവിടെ നിന്ന് കിട്ടിയടാ ഈ തിളങ്ങുന്ന കുപ്പായവും തലപ്പാവും ഒക്കെ? ഇതൊക്കെ വാടകയ്ക്ക് എടുത്തതാ, ജസ്റ്റ് ഫോർ എ ഡേ. ഓ, വല്ല പുരാണ നാടകത്തിൽ അഭിനയിക്കാനായിരിക്കും. എൻ്റെ മോനല്ലേ, അഭിനയം രക്തത്തിലുള്ളവനാ. മോനെ, മക്കളെ, മഹാരാജാവിൻ്റെ റോളാണോടാ നിനക്ക്? അയ്യേ, നാടകവും സിനിമയൊന്നും അല്ല, ഇത് കല്യാണം, വെഡിങ്. കണ്ടോ, എനിക്കപ്പോഴേ തോന്നി ഇതൊരു ഉത്തരേന്ത്യൻ വരന്റെ വേഷമാണെന്ന്. വധു ഉത്തരേന്ത്യക്കാരിയായിരിക്കും അല്ലേ? ഞാനറിയാതെ ആരേലും കല്യാണം കഴിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ ഞാൻ കൊല്ലും എല്ലാത്തിനെയും. പറഞ്ഞില്ലെന്ന് വേണ്ട. എൻ്റെ പൊന്നോ, ഒന്നടങ്ങ്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുവല്ല, കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോവുക. അത്രേ ആശ്വാസം. അതവിടെ നിൽക്കിട്ട്, ആരുടെ കല്യാണം? ഈയിടെ ആരും നമ്മളെ കല്യാണം വിളിച്ചതായി ഓർക്കുന്നില്ലല്ലോ. ഇത് വരനും വധുവൊന്നും ഇല്ലാത്ത കല്യാണമാ. അതെങ്ങനാ പിന്നെ കല്യാണം ആകുന്നത്? അത് പറയാം. ഇന്നത്തെ കാലത്ത് ഞങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങളെപ്പോലെ കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയായിട്ട് പിള്ളേരെ നോക്കിക്കളയാൻ സമയമില്ല. പക്ഷെ കല്യാണത്തിൻ്റെ ആഘോഷം എൻജോയ് ചെയ്യുകയും വേണം. അതിനാ ഈ പരിപാടി. ഒരു ഹോട്ടലിൽ കല്യാണത്തിന് എല്ലാ സെറ്റപ്പുമായിട്ടൊരാഘോഷം. ആട്ടവും കൂത്തും എല്ലാം നടക്കും. ഒപ്പം അടിപൊളി ഫുഡും. ഒരു 4-5 മണിക്കൂർ അടിച്ച് പൊളിച്ച ആഘോഷം. എല്ലാം കഴിയുമ്പോൾ കല്യാണം കഴിച്ച ഒരു ഫീൽ. എന്നാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സമാധാനത്തോടെ ജീവിക്കാം. അതാണ് ഫേക്ക് വെഡ്ഡിങ് എന്ന പരിപാടി. അപ്പോൾ ഞാൻ പോയി വരട്ടെ? എല്ലാം മായ. ഇപ്പൊ പറയണം, ആരാ മായ? നിങ്ങളുടെ ഓഫീസിൽ പുതിയ പെമ്പിള്ളേരാരെങ്കിലും വന്നോ? ആരാവള്? പറ. ഇത് തന്നെ പ്രശ്നം. ഇത്തരം പീഡനം ജീവിതകാലം മുഴുവൻ സഹിക്കാൻ ഞങ്ങളുടെ തലമുറ കിട്ടില്ല. ചുരുക്കം പറഞ്ഞ പുതിയ തലമുറയും ഭാഗ്യം ചെയ്തവരാ. എൻ്റെ അമ്മേ. പിന്നണിയിൽ സന്ദീപ് സുരേഷ്, ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ. രചന ബിജു മാത്യു.